കോപ്പയിൽ കളിയാവേശം പുരോഗമിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതിനിധികളിലേക്ക് പോകണം. അവർക്കൊപ്പം ചേരുന്ന ഈ കളി ആരാധകരിലേക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്കൊക്കെയും നമ്മൾ പോവുകയാണ്. കലാശ പോരാട്ടം തുടരുന്നു. ആര് കപ്പടിക്കുമെന്ന് ഉടൻ അറിയാം. കോഴിക്കോട് നിന്ന് റമീസ് കൂടി ചേരുന്നുണ്ട്. നേരത്തെ മലപ്പുറത്തെ വിശേഷങ്ങളൊക്കെയും കണ്ടു. ഇപ്പോൾ കോഴിക്കോട്ടെ ആരാധകർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കണം. ഗുഡ് മോർണിംഗ് റമീസ്. മഴയൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ച് തന്നെ കളി കാണാൻ ബിഗ് സ്ക്രീനിന് മുന്നിലേക്ക് എത്തിയോ? കാവ്യ, നമ്മുടെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മലബാർ മേഖലയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാലോ. ആ ഒരു വലിയ ആവേശത്തിൻ്റെ നടുക്ക് നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഏകദേശം ആകാംക്ഷയും അതുപോലെ തന്നെ ആവേശവും എല്ലാം തന്നെ ഒരുമിച്ച് കൂടുന്ന ഒരു മനോഹര നിമിഷം. ഇതാ എല്ലാവരും രാവിലെ തന്നെ ഈ ഒരു സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നൈനാം വളപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കോഴിക്കോട് നൈനാം വളപ്പിൽ ഗവൺമെൻറ് LP സ്കൂളിലായി ഒരുക്കിയ ബിഗ് സ്ക്രീൻ പ്രദർശനം. ഇവിടെ എല്ലാവരും തന്നെ ഇന്നലെ യൂറോ കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആവേശം അങ്ങനെ തന്നെ ചോരാതെ നേരെ ഈ കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു മലബാർ മേഖലയിലെ ഈ ഒരു ഫുട്ബോൾ ആവേശം അത് വലിയ രീതിയിൽ നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ലോകം തന്നെ അത് കണ്ടതാണ്. ഇത് നമുക്കിനോട് ചോദിക്കാം. ബോസേ, അർജന്റീന ഫാനാണ്, എന്താണ് പ്രതീക്ഷ? ഇതിപ്പോൾ ഏകദേശം 34-41 മിനിറ്റായി, ഇതുവരെ ഗോളൊന്നും അടിച്ചില്ല. എന്താണ് പ്രതീക്ഷ? നല്ല കളിക്കുന്നുണ്ട്. നമ്മൾ അർജന്റീന ജയിക്കണം എന്നാണല്ലോ പൊതുവെ. പക്ഷേ കൗണ്ടർ അറ്റാക്കിങ് കൊളംബിയ കൂടുതലാണ്. കൊളംബിയ വൻ പ്രതിരോധ ശക്തിയാണെന്നാണ് നമ്മളെല്ലാവരും തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേടിയുണ്ടോ? പേടിയുണ്ടോയെന്ന് വെച്ചാൽ ഇതുവരെ ആ ഒരു മുൻമുന്നിലാണ്. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ ഇത് ഈ ലെവലിൽ തന്നെ പോകാനാണ് ചാൻസ്. ഇവിടെ എല്ലാവരും, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സദസ്സ് കണ്ടാൽ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, എല്ലാവരുടെ മുഖത്തും ഒരുപോലെ ആകാംക്ഷയുണ്ട്, അതുപോലെ തന്നെ പേടിയുണ്ട്. ഈ ഒരു സമയത്ത് രണ്ടാമതും കൂടി ഈ തുടർച്ചയായി രണ്ടാം തവണയും അർജന്റീന കോപ്പ അമേരിക്കയിൽ ഫൈനൽ കപ്പിൽ മുത്തമിടുമോ എന്നുള്ളൊരു ആകാംക്ഷയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ തന്നെ അർജന്റീന ഫാൻസാണ്. എന്നാൽ വെറും അർജന്റീന ഫാൻസല്ല, ഗാനയ്ക്ക് വരെ ഫാൻസ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏകദേശം അത്രയും ആവേശത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ചേട്ടാ എങ്ങനെയുണ്ട് ആവേശമൊക്കെ? നല്ലതാണ്. ഗോള് വന്നിട്ടില്ല, അതിൻ്റെ ഒരു വലിയ ടെൻഷനുണ്ട്. ടെൻഷൻ അങ്ങനെ തന്നെ മുഖത്ത് കാണാം. ഗോള് സെക്കൻഡ് ഹാഫിൽ അടിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കൊളംബിയൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് റഫായിട്ടുള്ള കളിയാണ് കാണുന്നത്. കാരണം പ്രതിരോധം പേടി തീർക്കുന്നുണ്ടോ? അങ്ങനെ പേടിയൊന്നുമില്ല, അർജന്റീന നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കാവ്യ എല്ലാവർക്കും പറയാനുള്ളത്. ഈ ഒരു നിമിഷത്തിൽ എല്ലാവരും തന്നെ ഒരു ആകാംക്ഷയിലാണ്. എന്നാലും ഈ കൊളംബിയയുടെ ഒരു പ്രതിരോധം അത് മെസ്സിയും കൂട്ടരും കീഴ്പ്പെടുത്തും. അത് ഏഞ്ചൽ ഡി മരിയയ്ക്ക് ഒരു സമ്മാനം നൽകിക്കൊണ്ട് തന്നെ ഫൈനലിനോട് വിട പറയും, ഈ ഒരു ഫൈനൽ തീർക്കും എന്നാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. കാവ്യ. ശരി റമീസ്, എന്തായാലും കളി ആവേശത്തിനൊപ്പം ചേരൂ. റമീസിലേക്ക് വീണ്ടും എത്താം. അർജന്റീന ഫാൻസിന്റെ മുഖത്തൊക്കെ ആ ഒരു ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നത് നൈനാൻ വളപ്പിൽ നിന്നുള്ള ഫാൻസ് എന്നൊക്കെ പറയുമ്പോൾ ടീമിനും അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ, ഇവരെ നേരിട്ടൊക്കെ വിഷ് ചെയ്യുന്ന സന്ദർഭമൊക്കെയും നമ്മളും കേട്ടിട്ടുണ്ട്. എന്തായാലും ഗോൾ രഹിതമായ ആദ്യ പകുതിയാകുമോ ഈ കോപ്പ ഫൈനൽ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് കാര്യങ്ങൾ, ആ നിലയിലേക്ക് പോകുന്നു എന്നതാണ്. നോക്കാം നമുക്ക് എന്താണ് ഓരോ സെക്കൻഡിലും മാറി മറിയുന്ന കളി ആവേശം എന്നുള്ളത്.